ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ദുബായിൽ പോയ വിശേഷങ്ങളാണ്. ബാംഗ്ലൂർ ടു ദുബായാണ് നമുക്ക് ഫ്ലൈറ്റ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ തലേദിവസം രാത്രി നമ്മളെ പയ്യന്നൂരിൽ നിന്ന് ബാംഗ്ലൂരേക്കുള്ള ബസ്സാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. രാവിലെ ഒരു 4 മണി 5 മണിയായ ടൈമിൽ ബാംഗ്ലൂരേക്ക് റീച്ച് ആയിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു ഊബർ ടാക്സി ബുക്ക് ചെയ്ത് നമ്മൾ നേരെ എയർപോർട്ടിൽ പോകാമെന്നാണ് വിചാരിച്ചത്. ഷെയർ നല്ല എക്സൈറ്റഡ് ആയിരുന്നു, കാരണം അവന് വണ്ടി കാണുന്നതും വണ്ടിയിൽ പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ ട്രാഫിക് ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് നമ്മൾ ടൈമിന് തന്നെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. എയർപോർട്ടിൽ എത്തിയപ്പോഴത്തെ ഷൈന് ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു എയർപോർട്ടിനകത്ത് കയറുന്നതിന് മുമ്പായിട്ട് താഴെ പോയി നമുക്ക് അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാമെന്ന്. അപ്പോൾ അവനും ഫ്രഷായാൽ അവനക്കും കുഴപ്പമുണ്ടാവില്ല. രാത്രി ഇട്ട ഡയപ്പറൊക്കെ ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്തായാലും ചേഞ്ച് ചെയ്തിട്ട് വരാം, അതിന് ശേഷം നമുക്ക് എയർപോർട്ടിനകത്തോട്ട് കയറാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് താഴ്ന്ന ഫുഡൊക്കെ കഴിച്ചിട്ട് വരാമെന്ന്. പക്ഷെ അവിടുത്തെ ഫുഡ് നമ്മൾ വാങ്ങിച്ചില്ല, നല്ല റേറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളെ കയ്യിലുണ്ടായിരുന്ന ബിസ്ക്കറ്റും പന്നൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. നമ്മളവിടുന്ന് 2 കോഫി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് നമ്മൾ നേരെ എയർപോർട്ടിനകത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. എയർപോർട്ടിനകത്ത് നിന്ന് ഷെയർ നമുക്ക് പിടിച്ചാൽ കിട്ടിയില്ല, അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. ഷെയറിൻ്റെ ഫസ്റ്റ് ടൈമാണ് ഷെയർ ഫ്ലൈറ്റിൽ പോകുന്നുള്ളത്. ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട് കുട്ടിയൊക്കെ ചെയ്യാനെടുക്കും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തൊക്കെ. പക്ഷെ അൽഹംദുലില്ലാ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവന് ഫ്ലൈറ്റിൽ കയറിയപ്പോൾ തൊട്ട് ഉറങ്ങി, പിന്നെ അവിടെ എത്തിയതിന് ശേഷമാണ് എണീറ്റത്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അൽഹംദുലില്ലാ അങ്ങനെ നമ്മൾ ദുബായിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു ടാക്സി ബുക്ക് ചെയ്ത് നേരെ റൂമിലേക്ക് പോവാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.